ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളിവിടെ നോക്കാൻ പോകുന്ന ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സ്ക്വാഡ് അനാലിസും അതോടൊപ്പം തന്നെ ഒരു പ്രോബബിൾ ലെവനാണ്. മാക്സിമം നിങ്ങളൊരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. IPL തന്നെ വൺ ഓഫ് ദ സക്സസ്ഫുൾ ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തവണയും ആ ഒരു ടീമിനെ ഒരു എബവ് ആവറേജ് സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും വീക്ക് സൈഡും അതോടൊപ്പം തന്നെ സ്ട്രെങ്ത് സൈഡും ഉള്ളൊരു ടീം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത്. ഒരു എബവ് ആവറേജ് സ്ക്വാഡിനെ കൊണ്ട് ഇവർ പലതവണയും ഫൈനലും സെമി ഫൈനലും ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കപ്പ് ഉയർത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് ചെന്നൈയുടെ ആദ്യത്തെ സ്ട്രെങ്ത് സൈഡ് എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് നിരയാണ്. 8 വിക്കറ്റ് പാർട്ണർഷിപ്പ് വരെ നല്ലൊരു ഡെപ്ത് തോന്നിക്കുന്ന ബാറ്റിംഗ് നിര ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്ന IPL തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പിൻ അറ്റാക്ക് ഉള്ള ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അശ്വിൻ, ജഡേജ അതോടൊപ്പം തന്നെ നൂർ അഹമ്മദ്. പല റിപ്പോർട്ടുകളും പറയുന്നത് എക്സ് ഫാക്ടറായിട്ട് വെക്കേണ്ട താരം തന്നെയാണ് നൂർ അഹമ്മദ് എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ പേസ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വീക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളൊരു താരമാണ് 14 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓൾഡ് ബോളിംഗ് ആക്ഷനിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നതായിട്ട് ട്രെയിനിങ് വീഡിയോസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സാധിക്കാത്ത പേസ് ബോളിംഗ് നിരയാണ് ചെന്നൈ എന്നുള്ളത് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് ഖലീൽ അഹമ്മദ്, സാം കരൺ, മുകേഷ് ചൗധരി, എല്ലിസ്, അങ്ങനെ കുറച്ച് താരങ്ങളെയാണ് ഇവർ പേസ് ബോളിംഗ് സൈഡിലേക്ക് എടുത്തിട്ടുള്ളത്. സാം കരൺ നമുക്ക് ഓൾറൗണ്ടർ സൈഡിലേക്ക് പെടുത്താൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ആയതിനാൽ നമുക്ക് ആ ഒരു ബോളിംഗ് സൈഡിലെ പ്രശ്നങ്ങൾ കുറച്ചൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് കോമ്പിനേഷനിൽ കൂടുതൽ പരീക്ഷിക്കാൻ സാധ്യതയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോൺവേ പ്ലസ് ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും. കാരണം രജിൻ രവീന്ദ്രനെ കഴിഞ്ഞ സീസണിൽ പരീക്ഷിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഫസ്റ്റ് പ്രയോറിറ്റി ഓപ്പണിംഗ് സൈഡിൽ വരാൻ സാധ്യതയുള്ളത് കോൺവേ പ്ലസ് ഋതുരാജ് കോമ്പിനേഷനാണ്. പിന്നെ ഇവരുടെ ബാറ്റിംഗ് സൈഡിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 135-140 ഇടയ്ക്ക് സ്ട്രൈക്ക് റേറ്റ് കീപ്പ് ചെയ്യുന്ന വിരലെണ്ണാമത്തെ താരങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ദൂബെ, ധോണി, അതോടൊപ്പം തന്നെ ഋതുരാജ് ഗെയ്ക്വാദ്. ബാക്കി എല്ലാവരെയും സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അല്പം ഡൗൺ ആണ്. വൺ ഡൗൺ ആയിട്ട് അവർ കൂടുതലും പരീക്ഷിക്കാൻ സാധ്യതയുള്ള താരമെന്ന് പറയുന്നത് രാഹുൽ ത്രിപാഠി ആയിരിക്കും. അറ്റാക്ക് ചെയ്ത് കളിക്കാനും അതോടൊപ്പം തന്നെ സഡൻ വിക്കറ്റ് ലൂസിൽ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്ത് കളിക്കാനും സാധിക്കുന്ന താരം തന്നെയാണ് രാഹുൽ ത്രിപാഠി എന്ന് പറയുന്നത്. പിന്നെ പല പൊസിഷനിലും ഇവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മാറി മാറി പരീക്ഷിക്കാവുന്നതാണ്. പിന്നെ വിജയ് ശങ്കർ, ഹൂഡ എന്നിവർ സ്ക്വാഡിലുണ്ട്. പിന്നെ ദൂബെയുണ്ട്, ജഡേജ, സാം കരൺ, ധോണി, അശ്വിൻ. ബാക്കി ബാറ്റിംഗ് ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടേക്ക് ഇന്നിങ്സുകൾ മറ്റ് ഗ്രൗണ്ടുകൾ ചെന്നൈയുടെ ഗ്രൗണ്ടിൽ ഓക്കെ ആണെങ്കിലും ആ ഒരു ചെന്നൈയുടെ ഗ്രൗണ്ടിൽ പറ്റിയ ഇന്നിങ്സിൽ കളിക്കാൻ സാധിക്കുന്ന താരമാണെങ്കിലും മറ്റ് ഗ്രൗണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ കർണാടകയിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, ഹൈദരാബാദിൻ്റെ ആ ഒരു ബാറ്റിംഗ് പിച്ച്, അരുൺ ജെയ്റ്റ്ലി പോലൊരു ചെറിയ സ്റ്റേഡിയം, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഗ്രൗണ്ടിലൊക്കെ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുള്ളൊരു ബോളിംഗ് സൈഡ് തന്നെയാണ് ചെന്നൈയുടെ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് സ്ക്വാഡിനാണ് ചെന്നൈ ഇത്തവണയും കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രോബബിൾ ലെവലിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓപ്പണിംഗ് കോമ്പിനേഷനിൽ കോൺവേ പ്ലസ് ഋതുരാജ് ഗെയ്ക്വാദ് ഓപ്പണിംഗ് കോമ്പിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. വൺ ഡൗൺ ആയിട്ട് അവിടെ രാഹുൽ ത്രിപാഠി വരാനാണ് സാധ്യതകൾ കൂടുതൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിജയ് ശങ്കർ ആയിരിക്കും ലെവലിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു താരം. പിന്നെ ദൂബെ, ജഡേജ, ധോണി, അശ്വിൻ, നൂർ അഹമ്മദ്, അതോടൊപ്പം തന്നെ 11 ഇമ്പാക്ട് പ്ലെയറായിട്ട് നമുക്ക് അവിടെ ഖലീൽ അഹമ്മദിനെയും പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചെന്നൈയെക്കുറിച്ചുള്ളത് ജസ്റ്റ് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. പ്രോബബിൾ 11 കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.